ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളുടെ ബേപ്പൂർ ഫെസ്റ്റ് പോയ വീഡിയോ ആണ്. നമ്മൾ പോയിട്ട് കണ്ട് കഴിഞ്ഞ ഞായറാഴ്ചയാണ്. വീഡിയോ ഇടാമെന്ന് പറഞ്ഞ ഒറ്റ പോക്കാണ്, പിന്നെ എന്നെ കാണുന്നില്ല അല്ലേ. അപ്പോൾ അത് ഞാൻ ഇടാത്ത കാരണം എന്ന് വെച്ചാൽ ഞാൻ മേമയുടെ വീട്ടിൽ പോയതായിരുന്നു. അപ്പോൾ നിൽക്കാൻ പോയതായിരുന്നു. അപ്പോൾ ഇന്നാണ് വരുന്നത്. സോ അതായിരുന്നു എനിക്ക് വീഡിയോ ഇടാൻ പറ്റാതിരുന്നത്. അപ്പം ഞാൻ വന്ന് വേഗം എല്ലാ ക്ലിപ്പും പാടൊന്ന് ആഡാക്കി ജസ്റ്റ് വോയിസ് ഓവർ കൊടുത്തു. അത്രേ ചെയ്തിട്ടുള്ളൂ. അതെനിക്ക് ചെയ്യാൻ അറിയുള്ളൂ കേട്ടോ, വേറെ കാര്യം. അപ്പം ഇത് ഓർഡറിലല്ല ഉള്ളത്. ഞാൻ വീട് എങ്ങനെയെങ്കിലും വേഗം തരണം എന്നുള്ള ഒരൊറ്റ ചിന്തയുള്ളൂ. അപ്പം ഞാൻ വേഗം ജസ്റ്റ് ഒന്ന് വെള്ള വീടും പടം ഒന്നിച്ചു എന്നുള്ളൂ കേട്ടോ. അപ്പം നമ്മൾ ഫസ്റ്റ് ചാലത്തേക്കായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. കാരണം ജങ്കാർ വഴി കയറി പോവാലോ. പക്ഷേ ജങ്കാർ നമ്മളെ ചതിച്ചു ഗായ്സ്. ജങ്കാറിന് എന്തോ ഒരു പ്രശ്നം പറ്റിയിട്ട് ഒരു നന്നാക്കിയായിരുന്നു. നമ്മൾ കുറേ നേരം കാത്തുനിന്നു, പക്ഷെ ജങ്കാർ അനങ്ങില്ല. ജങ്കാർ കേടാന്ന് പറഞ്ഞു. പുതിയൊരു ജങ്കാർ വരുത്തിച്ചു, പക്ഷെ ആ ജങ്കാർ അടുക്കുന്നില്ല എന്നെന്തോ പറഞ്ഞു. അങ്ങനെ പിന്നെ ഞങ്ങൾ വണ്ടി എടുത്ത് ബേപ്പൂരിക്ക് പോയി. അപ്പോൾ അവിടുന്ന് ഒരു പോലീസുകാർ പറഞ്ഞു ഞങ്ങോട്ട് പോകാൻ പറ്റത്തില്ല, അവിടെ വണ്ടി പാർക്ക് ചെയ്തോളാൻ പറഞ്ഞു. കുറച്ച് ദൂരം ഉണ്ടായിരുന്നു, പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പോകാൻ. അങ്ങനെ ബസ് കയറി അവിടെ എത്തി ഗായ്സ്. അങ്ങനെ ഭയങ്കര റിസ്ക് എടുത്ത് ഞങ്ങൾ ബേപ്പൂർ ഫെസ്റ്റ് കാണാൻ പോയി. അടിപൊളിയായിരുന്നു. സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം കഴിഞ്ഞ പ്രാവശ്യം പോയിട്ട് എനിക്ക് കറക്റ്റ് ഉള്ളോട്ട് കിടക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, സ്റ്റേജിലോട്ടേക്ക് ഭയങ്കര തിരക്കായിരുന്നു. പക്ഷെ ഈ പ്രാവശ്യം തിരക്ക് കുറച്ച് കുറവായിരുന്നു, അതുകൊണ്ട് ഉള്ളോട്ട് കയറിയല്ലോ. അപ്പൊ ആ ഒരു സന്തോഷമുണ്ട്. പിന്നെ ഒരാളിങ്ങനെ എന്താ പറയാ, നമ്മുടെ ബീച്ചിൽ ഇങ്ങനെ എന്തൊക്കെയോ കളിക്കണ്ടായിരുന്നു, അതൊക്കെ കണ്ട് കുറെ ചിരിച്ചു. പിന്നെ നമുക്ക് ലാസ്റ്റിലേക്ക് ഒരു സാധനം വരാണ്ട്, അത് കണ്ടിട്ട് എല്ലാവരും ഒന്ന് ആദ്യം ടെൻഷനായിട്ടോ അതൊക്കെ വീണാലോ. കാരണം അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ കുഴപ്പങ്ങളൊന്നും പറ്റിയിട്ടില്ല. ഇത് പിന്നെ എനിക്ക് പറയാനുള്ളത്, ഞാൻ മാത്രമല്ല വീഡിയോ എടുത്തത് എന്നുള്ളതാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. ഇത് കുറെ അച്ഛൻ എടുത്ത വീഡിയോ പിന്നെ കുറെ മാമി എടുത്ത വീഡിയോ പാടെ ഞാനൊന്ന് ആഡാക്കി എന്നല്ലാതെ ഞാൻ വീഡിയോ എടുക്കാൻ പോയിട്ടില്ല എന്നതാണ് സത്യം. ഞാൻ ഫോട്ടോ എടുക്കാൻ മാത്രം പോയിട്ടുള്ളൂ. അങ്ങനെ ഞങ്ങൾ നടന്നു അവിടെ എത്തി. പിന്നെ നമ്മൾ ബിരിയാണി മേടിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഈ എന്താ പറയാ, കാടമുട്ടേന്റെ ഒരു സാധനമുണ്ട്, അതും മേടിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. കുറെ ഫോട്ടോസ് എടുത്തു. എനിക്ക് ഫോട്ടോസ് എടുക്കാൻ വരുമ്പോൾ ഇൻസ്റ്റയിലിടാം അങ്ങനെയൊക്കെ വിചാരിച്ച് കുറെ ഫോട്ടോസ് എടുത്തു. പക്ഷെ കൂടുതൽ ഇട്ടിട്ടൊന്നുമില്ല കേട്ടോ. ഞാനും അനിയനും എടുത്തതൊക്കെ എന്തുട്ടാ കാണാന്. അതൊന്നും ഞാൻ ബാക്കി പറയുന്നില്ല. അങ്ങനെ കുറെ ഫോട്ടോ എടുക്കാൻ പറ്റി. പിന്നെ എന്താ വെച്ചാൽ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ നിങ്ങൾ എന്നോട് ചോദിക്കുന്നുള്ള കാര്യം ഞാൻ മനസ്സുപോലും വിചാരിച്ചിട്ടില്ല. എന്നെ സപ്പോർട്ട് ചെയ്തതിൽ അത്രയും നിങ്ങളോട് എന്താ പറയണ്ടേന്ന് എനിക്കറിയില്ല. അതേപോലെ തന്നെ 132 സബ്സ്ക്രൈബേഴ്സ് ആയി അതെന്നെ വരെ വലിയ കിട്ടില്ലാന്ന് ഞാൻ പറയുള്ളൂ. അപ്പൊ മാക്സിമം 200 ആക്കാൻ ശ്രമിച്ച ഗൈസ്. എൻ്റെ ഒരു ആഗ്രഹമായിട്ട് കൂട്ടുക. അതേപോലെ ഇതാണ് ഞാൻ പറഞ്ഞ സാധനം, പ്ലാസ്റ്റിക്. ഇത് വെച്ച് വീണാലോ എന്നുള്ളവരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത് വീഴില്ല എന്നുള്ള കാര്യം നമുക്ക് അറിയുന്നതാണല്ലോ. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ടാറ്റാ.